പാറശാലയിൽ മുൻ എംഎൽഎ AT ജോർജ് കോൺഗ്രസ് വിമതനായി മത്സരിക്കും. മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച നേതൃത്വം ചർച്ച പോലും ചെയ്യാൻ താൽപര്യം എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിമത നീക്കം. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഈ പാറശാലയിൽ മുൻ എംഎൽഎ കോൺഗ്രസ് വിമതനാകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ നിലവിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. രാഹുൽ, എന്താണ് വിശദാംശങ്ങൾ? അങ്ങനെ തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അത്തരത്തിലുള്ള അതിർത്തികൾ അത് കോൺഗ്രസിന് പ്രതിസന്ധിയാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും പാറശാലയിലാണ് ഈ പ്രതിസന്ധി കോൺഗ്രസ് നേരിടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതായത് കോൺഗ്രസിന്റെ 2011 AT ജോർജ് പാറശാലയിൽ ഇത്തരത്തിൽ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പിന്നീട് 2016 മുതൽ CK ഹരീന്ദ്രനാണ് നിലവിലെ MLA ആണ് അവിടെ തുടരുന്നത്. മൂന്നാം ഊഴത്തിന് CK ഹരീന്ദ്രൻ ഇറങ്ങുകയാണ്. CK ഹരീന്ദ്രൻ മുന്നോട്ടിറങ്ങുമ്പോൾ എല്ലാ തവണയും ഭൂരിപക്ഷം കഴിഞ്ഞ 2 തവണയും ഭൂരിപക്ഷം ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഘട്ടത്തിലാണ് AT ജോർജ് 2011 കോൺഗ്രസിന്റെ MLA ആയിരുന്നു. 2016 മത്സരിച്ചിരുന്നു. അതിനുശേഷം അവിടെ അവസരം ലഭിച്ചിരുന്നില്ല. നിലവിൽ എന്തായാലും മണ്ഡലം കേന്ദ്രീകരിച്ച് താൻ പ്രവർത്തിക്കുകയായിരുന്നു. വീണ്ടും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, തന്നെ ചർച്ചയ്ക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോലും ക്ഷണിച്ചില്ല എന്നുള്ള അതൃപ്തിയാണ് ഇപ്പോൾ എന്തായാലും വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ AT ജോർജിനെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകളിലായിരിക്കും അത് വിള്ളലുണ്ടാക്കുക. അത് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ പാറശാല മണ്ഡലത്തിലേക്ക് തള്ളിവിടും. ശരി, വിവരങ്ങൾ നൽകിയത് രാഹുൽ ജിനാഥാണ്.